ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു പുതിയ അതിഥി എൻ്റെ വീട്ടിൽ എന്നെ സഹായിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്, അടുക്കളയിൽ സഹായിക്കാനായിട്ട്. അപ്പം നമുക്കതൊന്ന് പരിചയപ്പെട്ട് നോക്കാം. അപ്പോൾ ഇതാണ് ആ സഹായി. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. പലർക്കും പേടിയാണ് ഈ ഓൺലൈൻ വഴി ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട്. പക്ഷേ ഞാൻ എല്ലാ സാധനങ്ങളും, ഫ്രിഡ്ജ് വാങ്ങിച്ചു, വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു, AC വാങ്ങിച്ചു, ഇതെല്ലാം ഫ്ലിപ്കാർട്ട് വഴി ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ഡിഷ് വാഷറാണ്. എൻ്റെ കൈക്ക് ഭയങ്കര അലർജിയാണ്. എല്ലാ ലോഷനും സോപ്പും ഏത് ഉപയോഗിച്ചാലും ഭയങ്കര അലർജിയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടാൻ വേണ്ടി അപ്പോൾ ഈ സാധനം വാങ്ങിച്ചതാണ് കേട്ടോ. വളരെ ഉപകാരപ്രദമാണ്. ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാൽ നമുക്ക് കറക്റ്റ് ഇൻസ്റ്റലേഷനും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് സർവീസ്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസും കൃത്യസമയത്ത് കിട്ടും. അതുകൊണ്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നതാണ് എനിക്കിഷ്ടം. ഇതാണ് അപ്പോൾ നമ്മുടെ സഹായി. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. ഇത് ഡോറ് തുറക്കുമ്പോൾ അതിനകത്ത് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഉള്ളൊരു ബുക്കുണ്ട്. പിന്നെ ഒരു ഹോസ്, അതിനകത്തേക്ക് വെള്ളം വിടാനുള്ളൊരു ഹോസ് അതിനകത്ത് അവർ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ കാണുന്നത് ഒരു കുനിയിലാണ് കേട്ടോ. ആ കുനിയിൽ അതിനകത്ത് നമ്മൾ വാഷിംഗ് സോൾട്ട് ഇടാനും വാഷിംഗ് ലിക്വിഡ് ഒഴിക്കാനും ഒക്കെ ആ കുനിയിൽ വഴി ഒഴിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് അവിടെ ഇവിടെയൊക്കെ വീഴാതിരിക്കും. ഇതിന് മുകളിൽ ഒരു തട്ട് ഡ്രോയും താഴെ ഒരു തട്ട് ഡ്രോയും ആണുള്ളത്. ഇത് 8 പ്ലേറ്റിൻ്റെ ആട്ടോ ഞാൻ വാങ്ങിച്ചത്. ഏറ്റവും ചെറിയ ഫാമിലിക്ക്, 3 പേരുടെ ഫാമിലിക്കുള്ള മെഷീനാണ് വാങ്ങിച്ചത്. വലിയ മെഷീനും വാങ്ങാൻ കിട്ടും. ഞങ്ങൾക്ക് ഇത് മതി, അതുകൊണ്ടാണ് ചെറുത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. പവർ പ്ലഗ്ഗാണ് ഇതിന് വേണ്ടത്. അപ്പോൾ അത് ഓൺ ചെയ്തു. കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അതിന്. ഇത് ഏറ്റവും ലോയിലുള്ളതാണ്. അത് 35 മിനിറ്റ് സമയമുണ്ട് കേട്ടോ. ആദ്യം വാഷിംഗ് മെഷീൻ പോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ പ്രവർത്തനം. അതിനകത്തേക്ക് വെള്ളം നിറച്ച് പാത്രം കഴുകി ആദ്യം വാഷിംഗ് മെഷീൻ്റെ വേസ്റ്റ് വാട്ടർ പോകുന്ന പോലെ തന്നെ ഇതിനും വേസ്റ്റ് വാട്ടർ വിടും. സ്പീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2:40, 2:35, 3:05, അതുപോലെ 35 മിനിറ്റ്, 1.5 മണിക്കൂർ, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ടൈമിങ് ഇട്ടേക്കണം. അപ്പം നമുക്ക് കൂടുതൽ അഴുക്കുള്ള പാത്രമാണെങ്കിൽ ടൈം കൂടുതലിട്ട് നല്ല ചൂടുവെള്ളം അതിനകത്ത് അവൈലബിൾ ആട്ടോ. വെള്ളം എല്ലാം നന്നായിട്ട് ചൂട്, പ്ലേറ്റൊക്കെ നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് ഡ്രൈ ചെയ്താണ് വരണത്. ഇപ്പോൾ ഞാൻ അതിലാണ് ലിക്വിഡ് ഒഴിക്കണത്. അപ്പോൾ ലിക്വിഡിൻ്റെ അളവൊക്കെ അങ്ങനെ നിറച്ചൊഴിക്കുമ്പോൾ അതിൻ്റെ ലിമിറ്റ് ആകുമ്പോൾ അതിനകത്തൊരു ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് ഓഫാവും. അപ്പോൾ അത് ലെവലായി എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് വാഷിംഗ് സോൾട്ട് നിറയ്ക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിനകത്ത് വാഷിംഗ് സോൾട്ടും നിറയ്ക്കാൻ ആവശ്യമുണ്ടെങ്കിൽ അതും കൂടെ നിറയ്ക്കുവാണ് നല്ലത്. കൂടുതൽ വാഷ് നന്നാവാൻ വേണ്ടിയിട്ട് അതാണ് നല്ലത്. അങ്ങനെ ഞാൻ ലിക്വിഡ് ഒഴിച്ചു. ഇനി പാത്രങ്ങൾ ഓരോന്നായിട്ട് പെറുക്കി വയ്ക്കുക. അപ്പം നന്നായിട്ട് കറയുള്ളൊരു പ്ലേറ്റ് ഞാൻ വെച്ച് നോക്കുമായിരുന്നു. ഒരുവിധം ഭയങ്കര ഉണങ്ങിയിരിക്കുന്ന കറകളൊക്കെ ഒന്ന് കുതിർത്തി ഒന്ന് ഉരച്ച് കളഞ്ഞിട്ട് വേണം കേട്ടോ വയ്ക്കാനായിട്ട്. കുതിർത്തിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ചുമ്മാ പരീക്ഷിക്കാൻ വേണ്ടി വെച്ച് നോക്കിയതാണത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് പ്ലേറ്റുകളെല്ലാം ചൂടായി തിളച്ച വെള്ളത്തിൽ
കഴുകി ഉണങ്ങി നമുക്ക് കിട്ടും. നമ്മളൊന്നും അറിയണ്ട, ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ പോലെ തന്നെയാണ് പ്രവർത്തനം. തന്നെ അതിൽ വെള്ളം എടുത്ത് തന്നെ കഴുകി തന്നെ ഔട്ട്ലെറ്റിലേക്ക് വെള്ളം വിട്ട് അങ്ങനെ കഴുകി നല്ല ചൂടുള്ള വെള്ളത്തിൽ കഴുകി ഡ്രൈ ആയിട്ടാണ് നമുക്ക് പ്ലേറ്റ്, ഗ്ലാസ് എല്ലാം കിട്ടുന്നത്. സ്റ്റീലിൻ്റെ പാത്രങ്ങളും ഒക്കെ വയ്ക്കാം. അലുമിനിയം പാത്രം വെക്കരുതെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറുകളും വെക്കരുതെന്ന് പറഞ്ഞു. നല്ല ചൂടുള്ളതുകൊണ്ട് ഉരുകാനുള്ള സാധ്യതയുണ്ട്. പാത്രങ്ങളെല്ലാം കമ്മിറ്റി വേണം കേട്ടോ വയ്ക്കാനായിട്ട്. ഒന്നിൻ്റെ മേലെ ഒന്ന് വയ്ക്കരുത്. കാരണം ഈ വെള്ളം താഴെ നിന്നും മുകളിൽ നിന്നും സ്പ്രേ ചെയ്ത് വന്നിട്ടാണ് ഇത് കഴുകണത്. അപ്പോൾ ഒന്നിൻ്റെ മുകളിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷിങ് ക്ലിയർ ആവില്ല. പിന്നെ മുകളിലത്തെ തട്ടിലാണ് സ്പൂണ്, തവി എല്ലാം വയ്ക്കണത് കേട്ടോ. അതിൽ ചെറിയ പാത്രങ്ങളും കമ്മിറ്റി വയ്ക്കാം. ഇതെല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത് കിട്ടും. ഇത് ശരിക്കും നല്ലൊരു ഉപകാരപ്രദമാണ്. നമ്മൾ തുണി കഴുകാനായിട്ട് മെഷീൻ ഉപയോഗിക്കുന്നത് പോലെ തന്നെയല്ലേ പാത്രം കഴുകാൻ മെഷീൻ ഉപയോഗിക്കുന്നത്. വളരെ നല്ലതാണ്. കാരണം അതിനകത്തുള്ള അണുക്കളെല്ലാം ചത്ത് കിട്ടും നല്ല ചൂടുള്ള വെള്ളത്തിൽ കഴുകി വരുമ്പോൾ. പലർക്കും ഒരു തോന്നലുണ്ട് ഇതൊരു അധികപ്പറ്റാണെന്നുള്ളത്. നമ്മൾ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യണ പോലെ തന്നെയാണ്. പിന്നെ തന്നെയല്ല, ഫുഡ് കഴിക്കണതല്ല ഏറ്റവും ഹൈജീനിക്കായിട്ട് പാത്രങ്ങൾ വേണ്ടത്. നമ്മൾ കഴിക്കുന്ന ഫുഡുകളെല്ലാം നല്ല ഹൈജീനിക്കായിട്ടുള്ള പാത്രത്തിൽ വേണമല്ലോ കഴിക്കാനായിട്ട്. വലിയ ഹോട്ടലുകളിലൊക്കെ ഇങ്ങനെയാണ് പാത്രം കഴുകിയെടുക്കുന്നത്. പിന്നെ യൂറോപ്യൻ കൺട്രീസിലും എല്ലാ വീടുകളിലും ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾക്ക് വരുന്ന ഈ ചൊറിച്ചിൽ പോലെയുള്ള മിക്ക അസുഖങ്ങളും നമ്മൾ പാത്രം കഴുകുമ്പോൾ കൃത്യമായിട്ട് ആ ലോഷനൊന്നും കഴുകി കളയാത്തതുകൊണ്ടും, പിന്നെ പാത്രം കഴുകുന്ന സ്പോഞ്ച് വൃത്തിയായി കഴുകി ഉണക്കിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ട് പല രോഗങ്ങളും നമ്മൾക്ക് അതുവഴിയും വരാറുണ്ട്. ഇങ്ങനെ മെഷീനിൽ കഴുകിയെടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിവാകും. ഇപ്പം ഞാൻ ആ ലോഷൻ ഒഴിച്ചതിൻ്റെ തൊട്ടപ്പുറം തന്നെ പൗഡർ ഇടാനുള്ള സംവിധാനമുണ്ട് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ പൈപ്പിംഗ് സംവിധാനങ്ങളാണിത്. വേസ്റ്റ് വാട്ടർ സിങ്കിലേക്കാണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ എന്നെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി. നിങ്ങളെൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് വളരെ ഉപകാരപ്രദമാണെന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അങ്ങനെ എല്ലാം കഴുകി ഉണങ്ങി വന്നിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. നല്ല ചൂടുണ്ട്. അതുകൊണ്ട് എൻഡെന്ന് കാണിച്ചു കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റോടെ കഴിഞ്ഞിട്ടാണ് തുറക്കാവുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. കാരണം ഭയങ്കര ആവി അടിക്കുക അതിനകത്ത് തൊട്ട് നോക്കിയിട്ട് ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം വളരെ കെയറായിട്ടാണ് അത് പ്ലേറ്റിൽ തൊട്ടത്. അപ്പോൾ അങ്ങനെ പാത്രം കഴുകലും കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ തുറന്നിരിക്കുന്ന ഇത് കണ്ടില്ലേ, അതിനകത്താണ് ഇപ്പോൾ ഞാൻ അതിനകത്താണ് പൗഡർ ഇടുന്നത്. ഞാൻ ലിക്വിഡ് ആട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ വാഷിംഗ് സോൾട്ട് വാങ്ങിച്ചില്ല, ഇനി വാഷിംഗ് സോൾട്ട് വാങ്ങണം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്